സ്വന്തം മിഥില മിസ് ആണ്. അങ്ങനെ നാളെയാണ് നമ്മൾ കാത്തിരുന്ന നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി നമ്മൾ എല്ലാ കോൺസെപ്റ്റുകളും ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇത് റിവൈസും ചെയ്തു. അപ്പൊ ഇതുവരെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അപ്പൊ എല്ലാ ലൈവുകളിലും കൃത്യമായി മിസ്സുമാർ പറഞ്ഞു തന്നിട്ടൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മെഗാ മാരത്തോണിന്റെ ടൈമില് 100% ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന ടൈമിലായിരിക്കും ഓരോ ചാപ്റ്ററും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാളത്തെ പരീക്ഷയിൽ നമ്മൾ കാണാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിയുടെ ലൈവിലായിരിക്കും മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനേക്ക് മുമ്പായി, ആ ലൈവിൽ പോകുന്നതിന് മുമ്പായി നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി നാളത്തെ പരീക്ഷ പേപ്പറിൽ 100% ഷുവർ ആയിട്ട് വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ബുക്കും പേനും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സം കെമിക്കൽ റിയാക്ഷൻസ് ആർ ഗിവൺ, അല്ലെ? അതായത് കുറച്ച് രാസപ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ടു വിച്ച് ദേ ബിലോങ് ഫ്രം ദ ബ്രാക്കറ്റ്. അതായത് ഏത് ടൈപ്പ് രാസപ്രവർത്തനമാണ് ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടെത്തണം. ഒന്നാമത്തെ ആളാരാണെന്ന് എന്റെ കുഞ്ഞുങ്ങളൊന്ന് നോക്കിക്കേ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ NaOH ആൻഡ് HCl. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള നിർവീരീകരണ പ്രവർത്തനം. മക്കളെ, ഇത് നമ്മുടെ 3rd ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ചസിൽ നിന്നുള്ളൊരു ടോപ്പിക് ആണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഓൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ആർ എക്സോതെർമിക്. ഓക്കെ, എല്ലാ നിർവീരീകരണ പ്രവർത്തനങ്ങളും എന്ത് റിയാക്ഷൻസ് ആണ്? താപമോചക പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? മക്കളെ, നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരു ആസിഡും അതേപോലെ തന്നെ ബേസും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവീരീകരണ പ്രവർത്തനം എന്ന് പറയാ. ഇവിടെ NaOH എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്, HCl എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. അപ്പൊ ഇവര് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ആസ് എ റിസൾട്ട് ഇവര് കുറച്ച് ഹീറ്റ് അഥവാ താപം പുറത്തേക്ക് വിടും. ഹീറ്റ് അഥവാ താപത്തെ പുറത്തേക്ക് വിട്ടാൽ നമ്മൾ അതിനെ എന്താ പറയാ? എക്സോതെർമിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ താപമോചക പ്രവർത്തനം. അപ്പൊ ഇവിടെ കാണുന്ന ഒന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ താപമോചക പ്രവർത്തനമാണ് എന്ന് പറയാം. ഇനി നോക്ക്, ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനാണ്. നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താ ചെയ്യാ? ചൂടാക്കുമ്പോ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്യും. എന്നിട്ട് പൊട്ടാസ്യം മാംഗനേറ്റ് ആവും, മാംഗനീസ് ഡയോക്സൈഡ് ആവും, ഓക്സിജൻ ഗ്യാസും ആവും. അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കി കഴിയുമ്പോൾ അവര് താപത്തെ ആഗിരണം ചെയ്തിട്ടാണ് വിഘടിക്കുക. അങ്ങനെ നമുക്ക് മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ അവിടെ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? എനർജിയെ അബ്സോർബ് ചെയ്തു, ഊർജത്തെ ആഗിരണം ചെയ്തു. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഊർജത്തെ ആഗിരണം ചെയ്താൽ അതാണ് താപ ആഗിരണ പ്രവർത്തനം. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ എനർജിയെ അബ്സോർബ് ചെയ്താൽ, സ്പെസിഫിക്കലി ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്താൽ നമുക്കതിനെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ റിയാക്ഷൻ ഒരു എൻഡോതെർമിക് ആണ് കേട്ടോ, എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഇനി ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമ്മുടെ വെയിലത്ത് കറുത്തു പോകുന്ന ലവണം, സോൾട്ട് ദാറ്റ് ടേൺസ് ബ്ലാക്ക് ഇൻ സൺലൈറ്റ്, അല്ലേ? ഓർമ്മയുണ്ടോ വല്ലതും? അതേ, നമ്മുടെ സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന ആൾക്ക് ഒരു യെല്ലോ കളറാണ്. ഈ സിൽവർ ബ്രോമൈഡിനെ നമ്മൾ പുറത്ത് വെയിലത്ത് കൊണ്ടുവച്ചാൽ ഇവരെന്താ ചെയ്യാ? ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യും, സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യും. സൂര്യപ്രകാശത്തിൽ ആരുള്ളത്? പ്രകാശോർജം അല്ലെങ്കിൽ ലൈറ്റ് എനർജി. ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്ത് ഇവരിങ്ങനെ വിഘടിക്കും. അങ്ങനെ വിഘടിച്ച് ഇവർ സിൽവർ ആറ്റമായിട്ട് മാറും. അങ്ങനെ മഞ്ഞ കളറിൽ ഉണ്ടായിരുന്ന നമ്മുടെ സിൽവർ ബ്രോമൈഡ് ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു ഗ്രേഷ് ബ്ലാക്ക് കളർ ആയിട്ട് മാറും. സോ ഇവിടെ ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്ത് ഡീകമ്പോസ് ചെയ്തു, അല്ലെ? സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ പ്രകാശോർജത്തെ ആഗിരണം ചെയ്ത് വിഘടനം സംഭവിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനം. അപ്പൊ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയണമെങ്കിൽ എങ്ങനത്തെ റിയാക്ഷൻസ് ആയിരിക്കണം? ഒന്നെങ്കിൽ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ ലൈറ്റ് എനർജി റിലീസ് ചെയ്യണം. ഒന്നെങ്കിൽ പ്രകാശോർജത്തെ ആഗിരണം ചെയ്യണം, അല്ലെങ്കിൽ പ്രകാശോർജത്തെ പുറത്തേക്ക് വിടണം. അതാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. അപ്പൊ മൂന്നാമത്തേത് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനമാണ്. ഇനി റിയാക്ഷൻ ബിറ്റ്വീൻ Mg ആൻഡ് HCl. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനം. മക്കളെ, ഇവിടെ മഗ്നീഷ്യം
മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ് അല്ലെ. ഹൈഡ്രോക്ലോറിക് എന്ന് പറയുന്ന ഒരു ആസിഡ് ആണ്. അപ്പൊ ഒരു മെറ്റലും അതേപോലെ ആസിഡ് നമ്മൾ റിയാക്ട് ചെയ്യാണ്. ഈ ഒരു റിയാക്ഷൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ടെസ്റ്റ് ട്യൂബില് കുറച്ച് HCl എടുക്കും. ഈ HClലേക്ക് നമ്മൾ മഗ്നീഷ്യം മെറ്റലിനെ ഇടുകയാണ് അല്ലെ. ഇങ്ങനെ മഗ്നീഷ്യം മെറ്റലിനെ ഇട്ട് കഴിയുമ്പോൾ അവിടെ നിറയെ ബബിൾസ് അല്ലെങ്കിൽ കുമിളകൾ രൂപം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ഈ ബബിൾസ്? ഈ ബബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പൊ ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തേക്ക് വിടും. ഇനി ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ നമ്മുടെ കൈ പൊള്ളും. എന്താ കാരണം? ഈ ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായിരുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഹീറ്റ് അഥവാ താപത്തെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊരു ലോഹവും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെയും കിട്ടും, ഒപ്പം കുറച്ച് ഹീറ്റ് അഥവാ താപത്തെയും കിട്ടും. അപ്പൊ ഇവിടെ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുവാണോ അബ്സോർബ് ചെയ്യുവാണോ? ഇവിടെ ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെട്ടു അല്ലെ, താപത്തെ പുറത്തേക്ക് വിട്ടു. ഹീറ്റ് എനർജി റിലീസ് ചെയ്താൽ ഇതും ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണല്ലോ. ഇതൊരു താപമോചക പ്രവർത്തനമാണ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ എത്ര മാർക്കിന്റെ ഒരു 8 മാർക്ക് വരുന്ന ടോപ്പിക്സ് ആണ് ഒറ്റയടിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കിക്കോ. Which one of this given metal react most vigorously with the dilute HCl? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നേർത്ത HClയുമായി തീവ്രമായിട്ട് പ്രവർത്തിക്കുന്ന ലോഹം ഏതാണെന്ന് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? ഒരാൾ തീവ്രമായിട്ട് പ്രവർത്തിച്ചു അല്ലെങ്കിൽ വിഗറസ്ലി റിയാക്ട് ചെയ്തു എന്ന് കുറെ ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യും. കുറെ ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്തു എന്ന് നമ്മൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? അവിടെ കുറെ ബബിൾസ് വരും. അപ്പൊ കുറച്ച് മെറ്റൽസിനെ തന്നാൽ അവർ ഏറ്റവും നന്നായി, ഇപ്പൊ സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, അയൺ, ഇതിൽ ഏറ്റവും നന്നായി നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടുന്നത് ആരാണെന്നറിയോ? നമ്മുടെ മഗ്നീഷ്യമാണ്. ഏറ്റവും കൂടുതൽ കുമിളകൾ വരുന്നത് മഗ്നീഷ്യം ഇടുന്ന ടെസ്റ്റ് ട്യൂബില. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് മഗ്നീഷ്യമാണ് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുക. ഇനി ഏത് ഗ്യാസ് ഉണ്ടാവും മക്കളെ? മെറ്റലും ആസിഡുമാണ്. ലോഹവും ആസിഡും നമ്മൾ റിയാക്ട് ചെയ്താൽ ഏത് ഗ്യാസാണ് നമുക്ക് കിട്ടുക? കണ്ണും പൂട്ടി പറയണം, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. മക്കളെ ഇതേപോലെ നാളത്തെ ബേസിക് സയൻസിന്റെ എക്സാമിന് ഷുവർ ആയിട്ട് വരാൻ പോകുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിയുടെ നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യന്റെ ലൈവിലായിരിക്കും. മക്കളെ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് മാറിയിട്ടുള്ളത് തലേന്നത്തെ ഈ ഒരു ലൈവ് ആണ് അല്ലെ. അപ്പോൾ പബ്ലിക് എക്സാമിന് തൊട്ട് മുമ്പേ എന്റെ കുഞ്ഞുങ്ങൾ ആരും ഈ ഒരു ലൈവ് കാണാൻ മറക്കരുത്. അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈവാണ്. അതുകൊണ്ടാണ് മിസ് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ആരും മിസ് ചെയ്യരുത്. അപ്പൊ ഇന്നത്തെ 100% ഷുവർ ക്വസ്റ്റ്യനോടൊപ്പം ചേർന്ന് നാളത്തെ ബേസിക് സയൻസിന്റെ എക്സാമിൽ ഫുൾ മാർക്ക് നേടാൻ റെഡി ആയിട്ടുള്ള എല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ട് നമ്മുടെ ചാറ്റ് ബോക്സ് കത്തിക്കണം. സോ ഇന്ന് വൈകിട്ട് കൃത്യം നമുക്ക് 7 മണിക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.